അമൃതപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹലുവേൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിലാണ് അമൃതം പൊടി എടുത്തേക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് നേരം നമുക്ക് ഊറാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരപ്പാവ് ഉണ്ടാക്കി വെക്കാം. ഞാനിവിടെ രണ്ട് കഷ്ണം വെല്ലമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഊറാൻ വെച്ചത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണേ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 പ്രാവശ്യമായിട്ട് എടുത്ത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്താൽ അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന പരിവാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന കണ്ടാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. ആ കട്ടകളൊക്കെ നന്നായിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരിവാവണം കേട്ടോ. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി നമുക്ക് നെയ്യിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് പിന്നെ ഇനി നമുക്കിഷ്ടപ്പെട്ട എന്ത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് വരാനുള്ള പരുവമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെല്ലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് മെല്ലെ തട്ടിക്കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏലക്ക പൊടിച്ച് ചേർക്കണേ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മൂടിയിലാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമേ. അങ്ങനെ നമ്മുടെ ഹലുവ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊരിക്കലും അമൃതം പൊടി ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നിക്കുകയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം എന്തായാലും. അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.